الحمد لله الذي نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وبارك على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات، أوصيكم وإياي أولا بنفسي بتقوى الله. وقد قال الله تعالى في القرآن العزيز: أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وقال الله أيضا: بسم الله الرحمن الرحيم. ومن الناس من يعجبك قوله في الحياة الدنيا ويشهد الله على ما في قلبه وهو ألد الخصام. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങൾ, സഹോദരിമാരെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരുടെയും ജീവിതത്തെ എപ്രകാരം അല്ലാഹുവിന് സമർപ്പിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തക്കികളായി ജീവിക്കുകയും ജീവിതയാത്രയിൽ എപ്പോഴാണെന്നറിയാത്ത മരണം നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ളതായിരിക്കണം ഏറ്റവും വലിയ ഓർമ്മ. ഏതൊരു സന്ദർഭത്തിലാണോ ആ യാഥാർത്ഥ്യത്തിന് നമ്മൾ ഓരോരുത്തരും കീഴുതുങ്ങുന്നത്, അതൊരു യഥാർത്ഥ മുസൽമാന്റെ മരണമാക്കി തീർക്കുവാനുള്ള പരിശ്രമമായിരിക്കണം എപ്പോഴും ഞാനും നിങ്ങളും കൈക്കൊള്ളേണ്ടത് എന്ന് ആദ്യമായി സ്വന്തത്തോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിച്ച വിഷയം, നമുക്ക് ഓരോരുത്തർക്കും മുഹാജിറാകാൻ സാധിക്കണം. അതിന് നമ്മൾ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ബാധ്യത അല്ലാഹു തആല വിരോധിച്ച കാര്യങ്ങളെ നമ്മൾ വെടിയുക എന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് മുഹാജിറാകാൻ സാധിക്കുക. വമൻ യുഹാജിറു ഫീ സബീലില്ലാഹ് എന്ന അല്ലാഹു തആല അവന്റെ വേദഗ്രന്ഥത്തിൽ പറയുന്നത് ആ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കിയാൽ 12 മാസക്കാലവും 365 ദിവസവും വിശ്വാസികൾ ലോകത്ത് നിലനിൽക്കുന്നിടത്തോളം കാലം അത്രയും നമുക്ക് നിർവഹിക്കാനുള്ള മഹത്തായ ഒരു അമലാണ് ഹിജറ. അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ മുഹാജിറാവുക എന്ന് പറയുന്നത് അതാണ് അർത്ഥമാക്കുന്നത്. എന്നാൽ നമ്മളിൽ പലരും, നമുക്ക് പരിചയമുള്ള ദീനിന്റെ വക്താക്കളാകുന്ന നമ്മളിൽ പലരും ദീനിനെ ഒരു ഭാഗത്ത് സ്വീകരിക്കുമ്പോൾ തന്നെ അല്ലാഹു തആല വിരോധിച്ച കാര്യങ്ങളെ ജീവിതത്തിൽ നിന്ന് വെടിയുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായ, വളരെ ശ്രമകരമായ, അതിൽ പരാജയപ്പെട്ടു പോകുന്ന ഒരവസ്ഥാ വിശേഷമാണ് ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ളവർ അനുഭവിക്കുന്നത്. അത് അല്ലാഹുവിന്റെ വിശിഷ്ടമായ അവന്റെ പ്രതിഫലത്തിന്, അവന്റെ സഹായത്തിന്, അവന്റെ പരിഗണനയ്ക്ക്, അതോടൊപ്പം നമ്മൾ അല്ലാഹുവിനോട് ചെയ്യുന്ന പ്രാർത്ഥന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കൊക്കെ വിഘാതമാകും എന്ന് മനസ്സിലാക്കുന്നത്
ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗൗരവമുള്ള വിഷയമാണ്. അതിന് നമ്മളെ പാകപ്പെടുത്തുന്ന വചനമാണ് പ്രിയപ്പെട്ടവരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വചനത്തെ പല കോണുകളിൽ നിന്നുകൊണ്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് തുദീനുൽ അറബ വൽ അജമ, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു. ഇങ്ങനെ വ്യത്യസ്തമായ കോണുകളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ ഷഹാദയുടെ കലിമ നിങ്ങൾക്ക് സ്വർഗപ്രവേശനത്തിന് കാരണമായി തീരും. മറ്റൊരിക്കൽ പറഞ്ഞു അറബികളും അജമികളും, അറബികളും അനർബികളും നിങ്ങൾക്ക് കീഴൊതുങ്ങുന്നവരായി മാറും. മറ്റൊരിക്കൽ പറഞ്ഞു നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുക, നിങ്ങൾ വിജയികളായി തീരും. മറ്റൊരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി പറഞ്ഞു മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഖ്ലിസൻ ദഖലൽ ജന്ന. ഇമാം തബറാനി റഹ്മഹുള്ളയുടെ സുനനിൽ നമുക്ക് വായിക്കാൻ കഴിയുന്ന പ്രവാചകന്റെ ഒരു കൊച്ചു വചനമാണ്. ഇഖ്ലാസോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ആര് പ്രഖ്യാപിച്ചുവോ, ആരവ ആദർശമായി സ്വീകരിച്ചുവോ, ആത്മാർത്ഥമായി, മുഖ്ലിസൻ, ഇഖ്ലാസ് എന്ന വാക്കാണ് ഉപയോഗിച്ചത്. നിഷ്കളങ്കമായി എന്നോ ആത്മാർത്ഥമായി എന്നോ ഒക്കെ അർത്ഥം പറയാവുന്ന ആ പദമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചേർത്ത് വെക്കുന്നത്. ആത്മാർത്ഥമായും നിഷ്കളങ്കമായും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ വചനം ആര് പ്രഖ്യാപിക്കുന്നുവോ, ആര് ആദർശമായി സ്വീകരിക്കുന്നുവോ, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അപ്പൊ കേട്ടുനിന്ന സ്വഹാബിക്ക് ഒരു സംശയം. ഖീല വമാ ഇഖ്ലാസുഹാ യാ റസൂലല്ലാഹ്. സ്വഹാബ ചോദിച്ചു, അല്ലാഹുവിന്റെ ദൂതരെ, എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഇഖ്ലാസ്? അപ്പൊ ഞാനും നിങ്ങൾ മനസ്സിലാക്കിയ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട്. കേരളത്തിലെ മുസ്ലിങ്ങൾ മനസ്സിലാക്കിയ, കേരളത്തിലെ മുസ്ലിങ്ങൾ ഒരു നൂറ്റാണ്ടിലേറെ കാലമായി ആദർശമായി സ്വീകരിച്ചു വരുന്നു എന്ന് പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എന്താണ് പ്രത്യേകത? അത് അല്ലാഹുവോട് മാത്രം ദുആ ചെയ്താൽ മതി. അല്ലാഹയല്ലാത്ത ഒരാളോടും ദുആ ചെയ്യാതിരുന്നാൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പൂർത്തിയാകും. പിന്നെ അവന് പലിശ വാങ്ങാം, പിന്നെ അവന് സ്ത്രീധനം വാങ്ങാം, പിന്നെ അവന് അല്ലാഹു തആല ഹറാമാക്കിയിട്ടുള്ള, നഹിയാക്കിയിട്ടുള്ള, വിരോധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഓ കേട്ടുനിന്ന സ്വഹാബ റസൂലുള്ളാഹിയോട് ഒരു വിവരണം എന്നോളം, വിശദീകരണം എന്നോളം ചോദിച്ചു, വമാ ഇഖ്ലാസുഹാ യാ റസൂലല്ലാഹ്, എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആ കലിമത്തിന്റെ നിഷ്കളങ്കത എന്നതുകൊണ്ട് അങ്ങ് ഉദ്ദേശിച്ചത് എന്താണ്? അതുകൊണ്ട് ആത്മാർത്ഥത, അതിനോടുള്ള ആത്മാർത്ഥത എന്ന് പറഞ്ഞത് കൊണ്ട് അങ്ങ് ഉദ്ദേശിച്ചത് എന്താണ് എന്ന് സ്വഹാബ ചോദിക്കാം. അപ്പൊ പ്രവാചകൻ പറഞ്ഞു, അൻ തഹ്ജുസഹു അൻ മഹാരിമില്ലാഹ്, അല്ലാഹു വിരോധിച്ച കാര്യങ്ങളെ നിങ്ങൾ ജീവിതത്തിൽ നിന്ന് പാഠം ഒഴിവാക്കലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഇഖ്ലാസ് എന്ന് അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇനി നിങ്ങൾ ഞാനും ഒന്ന് തിരിച്ച് റിവേഴ്സ് ഗിയറിലേക്ക് വന്നിട്ട് പറയുക, എന്റെയും നിങ്ങളുടെയും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇഖ്ലാസോട് കൂടിയതാണ്. ഒരു ജാറത്തിനും നമ്മൾ പോകുന്നില്ല എന്ന് ഇഖ്ലാസ്, ഒരു അല്ലാഹുവല്ലാത്ത ഒരു മഖ്ലൂക്കിനോട് നമ്മൾ ദുആ ചെയ്യുന്നില്ല എന്ന് ഇഖ്ലാസ്, ആ ദുആഇന്റെ ഇഖ്ലാസ് നമ്മൾ കാത്തു സൂക്ഷിക്കുമ്പോൾ തന്നെ, അതിൽ നമ്മൾ നിർബന്ധ ബുദ്ധിയുള്ളവരായിരിക്കെ തന്നെ റസൂലുള്ളാഹി ഇവിടെ പറഞ്ഞ അൻമഹാരിമില്ല, അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങളെ തൊട്ട് നിങ്ങളെ തടുത്തു നിർത്താൻ, നിങ്ങളെ തടഞ്ഞു നിർത്താൻ, അത് പൂർണ്ണമായി നിങ്ങൾക്ക് വർജിക്കാൻ കഴിയുന്ന ഒരു ഇഖ്ലാസ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഈ ഷഹാദയുടെ കലിമ നിങ്ങളിൽ ഉണ്ടാക്കി തീർക്കുമ്പോഴാണ് നിങ്ങൾ സ്വർഗാവകാശിയായി തീരുന്നത്, സ്വർഗപ്രവേശനത്തിലേക്ക് നിങ്ങളെ സമർപ്പിക്കുന്നത്. മറ്റൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചോദിക്കുകയാണ്, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ മദീനത്തെ പള്ളിയിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വഹാബയാകുന്ന ഞങ്ങളോട് ചോദിച്ചു. എന്താണ് ചോദിച്ചത്? മൻ യഅഖുദു അന്നി ഹൗലാഇൽ കലിമ, എനിക്ക് ചില വാക്യങ്ങൾ
നിങ്ങളോട് പറയാനുണ്ട്. പക്ഷേ ആ വാക്യങ്ങൾ ഞാൻ നിങ്ങളോട് അങ്ങനെ മൊത്തമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെന്താണ്, ആര് ആ വാക്യങ്ങൾ എന്നിൽ നിന്ന് എടുക്കേണ്ട പ്രകാരം എടുക്കുമോ അവർക്കാണ് ഞാനിത് പറഞ്ഞു കൊടുക്കുക. മൻ യഖുദു അന്നി, എന്നിൽ നിന്ന് അത് സ്വീകരിക്കണം. എങ്ങനെ സ്വീകരിക്കണം? ആ വാക്യങ്ങളുടെ ഗൗരവത്തോടു കൂടി അത് സ്വീകരിക്കണം എന്ന് റസൂലുള്ളാഹി പറയാം. അതുകൊണ്ട് ആരാണ് ഫയഅമലു ബിഹിന്ന, എന്നിട്ട് ആ വാക്യങ്ങൾ അനുസരിച്ച് ജീവിതത്തിൽ നിങ്ങൾ അമൽ ചെയ്യണം. ഒരു ചെവിയെ കേട്ട് മറു ചെവിയെ പോയാൽ പറ്റൂല. വളവ് പറയാനുള്ള വിഷയമായാലും പറ്റൂല. ഖുത്ബ നടത്താനുള്ള അതീവ നല്ല സുന്ദരമായ വിഷയമാണ് എന്നതിന് വേണ്ടിയും പറ്റൂല. മറിച്ച് ഫയഅമലു ബിഹിന്ന, ഞാൻ ആ പഠിപ്പിച്ചു തരുന്ന കലിമത്ത് കൊണ്ട് നിങ്ങൾ അമൽ ചെയ്യുന്നവരാകണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെടുന്നത്. അല്ലെങ്കിലോ ഔ യുഅല്ലിമു മൻ യഅമലു ബിഹിന്ന, ഇനി നിങ്ങൾക്ക് അതുകൊണ്ട് അമൽ ചെയ്യാനുള്ള സാഹചര്യം ഇല്ലാതെ പോവുകയും അതിന് പറ്റുന്ന ഒരവസ്ഥയിലല്ല ആ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അതുകൊണ്ട് പൂർണ്ണമായി അമൽ ചെയ്യാൻ കഴിയില്ലെങ്കിൽ അമൽ ചെയ്യാൻ സന്നദ്ധതയുള്ളവർക്ക് നിങ്ങളത് പഠിപ്പിച്ചു കൊടുക്കണം. ആ ഹദീസ് അങ്ങനെയാണ് വരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സ്വഹാബയോട് പറയണേ, ഈ വചനങ്ങള് അത് ഏറ്റെടുക്കേണ്ട പോലെ ഏറ്റെടുക്കുന്ന ഒരു ആൾക്കാരെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നു. അതുകൊണ്ട് അയാൾ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും അമൽ ചെയ്യുന്നവരായി മാറണം. അമൽ ചെയ്യാൻ എന്തെങ്കിലും കാരണത്താൽ അവർക്ക് സാധിക്കാതെ വരുന്നുവെങ്കിൽ അത് വേറൊരാൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ട് റസൂലുള്ളാഹി ഇതുകൊണ്ട് അമൽ ചെയ്യാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകണം. അപ്പോ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖുൽതു, ഞാൻ പറഞ്ഞു, അനയാ റസൂലല്ലാഹ്, ഞാൻ റെഡിയാണ് റസൂലേ, അങ്ങ് എന്നെ പഠിപ്പിച്ചു തരിക, ഞാൻ അതുകൊണ്ട് അമൽ ചെയ്യാൻ തയ്യാറാണ്. അപ്പോ റസൂലുള്ളാഹിയുടെ കൈ പിടിച്ചു, റസൂലുള്ളാഹിയുടെ കൈയും എന്റെ കൈയും ചേർത്ത് പിടിച്ചു. എന്നിട്ട് എന്നിട്ട് അവിടുന്ന് 5 എണ്ണി, ഓരോന്നും പഠിപ്പിക്കുമ്പോൾ എന്നോട് 1, 2, 3, 4, 5 അങ്ങനെ 5ഉം എണ്ണിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ പഠിപ്പിച്ചത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണ്? അല്പ സുദീർഘമായ ഒരു ഹദീസാണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണ്? വഖാല, റസൂലുള്ളാഹി പറഞ്ഞു, ഇത്തഖില്ല, എവിടെയാണെങ്കിലും നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. അല്ല, ഇത്തഖിൽ മഹാരിമ, ഹറാമുകളെ നീ സൂക്ഷിക്കണം. റസൂലുള്ളാഹി എന്നെ പഠിപ്പിച്ച ഒന്നാമത്തെ കാര്യം അതാണ്. എന്റെ കൈ റസൂലുള്ളാഹിയുടെ കൈയോട് ചേർത്ത് വെച്ചിട്ട് റസൂലുള്ളാഹി അവിടെ നിന്ന് പറഞ്ഞു, ഹറാമുകൾ സൂക്ഷിക്കണം കേട്ടോ. തകുൻ അഅബുദുന്നാസ, അപ്പോഴാണ് നീ ജനങ്ങളിൽ ഏറ്റവും നല്ല ഒരു ആബിദായി മാറുക, ഏറ്റവും നല്ല ഒരു ഇബാദത്തെടുക്കുന്നവരായി നീ മാറുക. എപ്പോഴാണ്? നിന്റെ ജീവിതത്തിൽ ഹറാമുകളെ സൂക്ഷിക്കപ്പെടാണ്. ഇതാണ് അതിൽ ഒന്നാമത്തെ കാര്യം. ഇനി ഞാൻ നിങ്ങളും വിഷയത്തിലേക്കൊന്ന് തിരിച്ചു വന്നിട്ട് പറയുക, ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു, നമസ്കാരക്കാർക്ക് കുറവില്ല. ഹജ്ജിനും ഉംറയ്ക്കും പോകാൻ ആളുകൾ തിരക്ക് കൂട്ടിക്കഴിഞ്ഞു. വിസ കൊടുക്കണ്ടെന്നാണ് ചോദിക്കുന്നത് ഉംറയ്ക്ക് പോകാൻ. ഞങ്ങൾ റെഡിയാ. മുഹറത്തിന്റെ നോമ്പുകൾ എടുത്തവരാ. അത്യാവശ്യം നമ്മളുടെ ഉമ്മത്തിൽ തന്നെയാണ് ദാനധർമ്മങ്ങൾ എന്ന് പറയുന്ന ധനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൊടുക്കലുകൾ, ദാനധർമ്മങ്ങൾ നടക്കുന്നത്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഈ ഇബാദത്തുകൾ എടുക്കുന്ന നമ്മൾ ഏറ്റവും നല്ലൊരു ആബിദാണോ? ഏറ്റവും നല്ല ഒരു ആരാധകനാണോ? ആണെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഹറാമുകളെ നിനക്ക് സൂക്ഷിക്കാൻ കഴിയണം. നിന്റെ സമ്പാദ്യത്തിലേക്ക് എല്ലാവിധ ഹറാമുകളും വന്നിട്ട് നീ പള്ളി പണിതിട്ട് കാര്യമില്ലല്ലോ. നിന്റെ സമ്പാദ്യത്തിലേക്ക് എല്ലാവിധ ഹറാമുകളും വന്നിട്ട് നീ സോഷ്യൽ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായിട്ട് കാര്യമുണ്ടോ? ഇല്ല, ഒരു കാര്യമില്ല. അള്ളാഹുവിന്റെ ദീൻ അത് നമുക്ക് പഠിപ്പിച്ചു തരുന്ന അടിസ്ഥാനപരമായ സംഗതി, നമ്മൾ മുഹാജിറുകളാണ് ജീവിതത്തിൽ എപ്പോഴും. അല്ല വിരോധിച്ചതും അല്ല നിരോധിച്ചതും അല്ല നമുക്ക് ഒഴിവാക്കാൻ പറഞ്ഞതുമായ കാര്യങ്ങളെ ഒഴിവാക്കാൻ കഴിയുന്ന ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രകാശിതമാകണം. അത് രാഷ്ട്രീയത്തിലാണെങ്കിലും, അത് സാമൂഹിക രംഗത്താണെങ്കിലും, അത് സാമ്പത്തിക രംഗത്താണെങ്കിലും, സ്വഭാവ മേഖലകളിലാണെങ്കിലും, എല്ലാ ഇടങ്ങളിലും ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ആ വിശുദ്ധമായ വചനം ഇഖ്ലാസോട് കൂടി സ്വീകരിച്ചിട്ട്
അല്ലാഹു തആല ഹറാമാക്കിയതിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പടിക്ക് പുറത്തേക്കാക്കി നിർത്താൻ കഴിഞ്ഞാൽ അതാണ് പ്രിയപ്പെട്ടവരെ യഥാർത്ഥ ഒരു ആബിദിന്റെ ലക്ഷണം. നമസ്കാരത്തിന്റെ വലിപ്പം നോക്കി കേട്ടോ, അല്ലെങ്കിൽ 5 വഖത്തിന്റെ ഈ നമസ്കാരത്തിന്റെ ജമാഅത്ത് ഓരോന്നിനും അതിന് പ്രാധാന്യം ഉണ്ട് കേട്ടോ. ഞാൻ ആരും തെറ്റിദ്ധരിക്കട്ടെ, ചില ആളുകൾ അങ്ങനെയുണ്ട്, നമ്മൾ ജമാഅത്തിന് പോകാറില്ല, അതുകൊണ്ട് ജമാഅത്തിന് പോകുന്ന ആളുകളെ അവൻ ജമാഅത്തിന് പോകുന്നതിനേക്കാൾ നല്ലത് ഞാനാണ് എന്ന് പറയുന്ന ഒരു ശൈലിക്കാരുണ്ട്. അതൊന്നും ശരിയല്ല. നമ്മളോട് എങ്ങനെയാണോ അല്ലാഹുവിന്റെ ദീനിലെ ഓരോ വശവും ഓരോ നിയമവും നിർബന്ധമായതും ഐച്ഛികമായതുമായ ഓരോ രംഗത്തും എങ്ങനെയാണോ നമ്മളോടുള്ള കൽപ്പന, അത് നമ്മുടെ പരലോകത്തിന് വേണ്ടിയാ, നമ്മുടെ പരലോകത്തിന് വേണ്ടിയാ. അത് നമ്മുടെ പരലോകത്തിന് വേണ്ടി നമ്മൾ നിർവഹിച്ചാൽ മൻ അമില സ്വാലിഹൻ ഫലിനഫ്സിഹി, ഒരു സഹോദരനെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുന്നത് പോലും സ്വതക്കയാണ് എന്ന് പഠിപ്പിക്കുമ്പോൾ, വഴിയിൽ നിന്ന് ഒരു ഉപദ്രവത്തെ നമ്മളൊന്ന് എടുത്തു നീക്കിയാൽ അത് സ്വതക്കയാണ് എന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാം നമ്മളോട് പറയുകയാണ് മൻ അമില സ്വാലിഹൻ ഫലിനഫ്സിഹി. ആര് ഒരു സൽക്കർമ്മം ചെയ്യുന്നുവോ അത് അവന് തന്നെ ഗുണകരമായ സംഗതിയാണ്. അപ്പൊ ജമാഅത്തിന്റെ നമസ്കാരത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഒരാൾ അതിന് വന്നാൽ അത് അവന് ഗുണകരമായതാണ്. അതിന് വരാത്തവൻ അവനെ കളിയാക്കേണ്ടതില്ല. അവന് ഒരുപാട് പോരായ്മകൾ ഒരു പക്ഷെ ഹറാമായ വിഷയങ്ങൾ ഉണ്ടാകും. അത് തിരുത്തുക എന്നത് അവന് ഉപദേശിക്കുകയോ അവന് പറഞ്ഞു കൊടുക്കുകയോ അല്ലെങ്കിൽ അവനെ ആ രൂപത്തിലേക്ക് പരിവർത്തിപ്പിക്കുവാനുള്ള ദഅവത്ത്, അതിന്റെ പ്രബോധന മേഖലകൾ നമുക്ക് നിർവഹിക്കാം. പക്ഷെ ജമാഅത്തിന് ഞാൻ പോകുന്നില്ല, അവൻ പോകുന്നുണ്ട്, അതുകൊണ്ട് അവനെ പരിഹസിച്ചിട്ട് ഞാനാണ് പോകാത്തവൻ നല്ലത് എന്ന് പറയുന്ന ഒരു രൂപത്തിലേക്ക് ഇസ്ലാം ഒരിക്കലും സമ്മതിക്കില്ല. ഞാൻ പറഞ്ഞു വന്ന വിഷയം, തീർച്ചയായും നമ്മൾ ചെയ്യുന്ന ഓരോ അമലും നമ്മുടെ നഫ്സിനാണ്. വമൻ അസാഅ ഫഅലൈഹ, നമ്മൾ ചെയ്യുന്ന ഓരോ തിന്മയും അതും നമ്മൾ തന്നെയാണ് അനുഭവിക്കേണ്ടത്, നമ്മൾ തന്നെയാണ് അനുഭവിക്കേണ്ടത്. സുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ, മനുഷ്യരാശി മൊത്തം ഒന്നായിട്ട് അള്ളാഹുവിന്റെ അരികിലേക്കാണ് തിരിച്ചു ചെല്ലപ്പെടേണ്ടത്, മടക്കപ്പെടുന്നത്. ഹറാമുകളെ നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കിയിട്ട് നമുക്ക് നല്ലൊരു ആബിദാകാൻ കഴിയുക പ്രിയപ്പെട്ടവരെ. അത് നമ്മുടെ ഒരു മുഖമുദ്രയായിരിക്കണം, അത് നമ്മുടെ ഒരു മുദ്രാവാക്യമായിരിക്കണം. അതിനാണ് നമ്മുടെ ഷഹാദയുടെ കലിമ നമ്മളെ പ്രാപ്തമാക്കേണ്ടത്. അങ്ങനെ മുഹാജിറായിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയണം. ഈ ഹിജറയുടെ മാസം, 1-ാമത്തെ മാസം പ്രിയപ്പെട്ടവർ, ഇതല്ലാതെ ഞാൻ എന്താ നിങ്ങളോട് പറയാം? എവിടെയും കൊടികുത്തി വാഴുന്ന ഹറാമുകളാണ്. എങ്ങും നമ്മൾ ഇടപഴകുന്ന, നമ്മൾ ചെന്നപ്പെടുന്ന, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ദീനിന്റെ വക്താക്കൾ എന്ന് പറയുന്ന മേഖലകളിൽ മൊത്തം ഒന്നുകിൽ ദൂർത്താണ്. റസൂലുള്ള പറഞ്ഞില്ലേ, അവരുടെ പള്ളികൾ അമ്പരച്ചുംബികളായ പള്ളികളായിട്ട് വരികയും വഹിയ ഹറാബും മിനൽ ഹുദ, അതിന്റെ ഉള്ളിൽ നിന്ന് അള്ളാഹുവിന്റെ ഹുദ നഷ്ടപ്പെട്ട് നശിച്ചു പോവുകയും ചെയ്ത അവസ്ഥയിലേക്ക് പള്ളികൾ മാറുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അങ്ങനെ കോടികൾ പ്രൗഢിക്ക് വേണ്ടി, പൊങ്ങച്ചത്തിനു വേണ്ടി, ഇതൊന്നുമല്ല പ്രിയപ്പെട്ടവരെ. നമ്മൾ മക്കയിലെ പ്രളയം വന്നിട്ട് കഅബയുടെ ഒരു ഭാഗം പൊളിഞ്ഞ് ആ ഭാഗം പുനർനിർമ്മിക്കാൻ നേരത്ത് അവര് പോലും പറഞ്ഞൊരു വാക്കുണ്ട്, ഇതിന് പലിശയുടെ കാശ് വേണ്ടട്ടോ. അന്യായമായതും അനീതിപരമായതുമായ ഒരു കാശ് കൊണ്ടും ഈ കഅബയെ പുനരുദ്ധരിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് ജാഹിലിയ കാലഘട്ടത്തില് അബ്ദുൽ മുത്തലിബിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം പറഞ്ഞതായി ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആ അബ്ദുൽ മുത്തലിബും കൂട്ടരും ഒക്കെ പോകുന്ന നരകത്തിലേക്ക് പോകാതെ സ്വർഗം ഞങ്ങൾ ഇങ്ങനെ വിലക്കെടുത്തു വാങ്ങി വെച്ചിരിക്കുകയാണ് എന്ന മട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മളോ എല്ലാ ഹറാമുകളുടെ കാശും, എല്ലാ അന്യായത്തിന്റെ കാശും, എല്ലാ അനീതിപരമായ കാശും, എല്ലാ അന്യായമായി നമ്മൾ പിടിച്ചു വെച്ചിട്ടുള്ള പലതും അത് ഇങ്ങനെ നമ്മൾ ചെലവഴിച്ചുകൊണ്ട് അമ്പരച്ചുംബികളായ പള്ളികൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ സ്വർഗം മേടിച്ചു കളയാന്ന് വിചാരിച്ചാൽ അത് നടക്കൂല, അത് നടക്കൂല. അതാണ് ഖുർആൻ നമ്മളോട് പറയുന്നത്, അതാണ് ഇസ്ലാം നമ്മളോട് പറയുന്നത്. ഹറാമുകളൊക്കെ നമ്മൾ ഒഴിവാക്കിക്കളാം. എന്നിട്ട് നീ ഇബാദത്ത് ചെയ്തോ, ആ ഒരു നിലപാട് എനിക്കും നിങ്ങൾക്കും വേണം പ്രിയപ്പെട്ടവർ. ഞാൻ നിങ്ങൾ ഓതി കേൾപ്പിച്ച ആയത്ത് സൂറത്തുൽ ബഖറയിലെ 204-ാമത്തെ ആയത്താണ്.
എന്താണ് ആയത്തിൽ പ്രതിപാദിക്കുന്ന വിഷയം? ആ ആയത്തിൽ പ്രതിപാദിക്കുന്ന വിഷയം എന്നെയും നിങ്ങളെയും കുറിച്ചാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഇന്നത്തെ മുസ്ലിം ഉമ്മത്തിനെ കുറിച്ചാണ്. അല്ലാഹു പറയാ, ഈ വിശ്വാസികൾ എന്ന് പറയുന്ന ജനവിഭാഗത്തിൽ ഒരു കൂട്ടം ആളുകളുണ്ട്. ജനങ്ങളിൽ ഒരു കൂട്ടനുണ്ടെന്ന് പറഞ്ഞാൽ കാഫിറുകളെ കുറിച്ചല്ല, ബഹുദൈവ വിശ്വാസികളെ കുറിച്ചല്ല, മറിച്ച് വിശ്വാസികൾ എന്ന് പറയുന്ന യഥാർത്ഥ വിശ്വാസികളും മുനാഫിക്കുകളും ഇടകലർന്ന് നിൽക്കുന്ന ഈ വിശ്വാസി സമൂഹത്തിന്റെ ഇടയിലുണ്ട് ഒരു കൂട്ടം ആളുകൾ. ഐഹിക ജീവിതത്തിൽ അവരുടെ വാക്കുകൾ നിന്നെ അത്ഭുതപ്പെടുത്തും. റസൂലുള്ളാഹി പറയുന്നു, അവര് പറയുന്നത് കേട്ടാൽ അവരെക്കാൾ നല്ലൊരു മുസ്ലിം ഇല്ല. അവർ പറയുന്നത് കേട്ടാൽ അവർ ചെയ്യുന്നതിനേക്കാൾ നല്ല ഒരു ഇസ്ലാമില്ല. അത്ര അവരുടെ പ്രവർത്തനങ്ങൾ, അത്രമേൽ അവരുടെ സംഗതികൾ അവർക്ക് പറയാനുണ്ട്. അങ്ങനെ നിന്നെപ്പോലും അത്ഭുതപ്പെടുത്തുമാർ നാവുകൊണ്ട്, വാക്കുകൾ കൊണ്ട് ഈ ഐഹിക ജീവിതത്തിൽ നിന്നെ ആശ്ചര്യപ്പെടുത്തുമാർ സംസാരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. എന്നിട്ട് അല്ലാഹു തആല രണ്ടാമത് പറയുന്നത്, വയുശ്ഹിദുല്ലാഹ അലാ മാ ഫീ ഖൽബിഹി, അവരുടെ ഹൃദയത്തിൽ അവർ അല്ലാഹുവിനെ സാക്ഷി നിർത്തുകയും ചെയ്യും. ഞങ്ങൾ ഈ ചെയ്യുന്നതൊക്കെ ആയാണ്. അതെ, ഒരു ഭാഗത്ത് വെൽഫെയർ ആണ്, വേറൊരു ഭാഗത്ത് റിലീഫാണ്, വേറൊരു ഭാഗത്ത് രോഗി സംരക്ഷണമാണ്, വേറൊരു ഭാഗത്ത് മാരകമായ രോഗികൾക്കുള്ള, അങ്ങനെ തുടങ്ങിയിട്ടുള്ള 1000 പ്രവർത്തനങ്ങളുണ്ട്. അവര് ഇതൊക്കെ ഞങ്ങൾ അള്ളാഹുക്ക് വേണ്ടിയാണ്, ഇതൊക്കെ ഞങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ ഇടക്കിടക്ക് അവർ സാക്ഷി നിർത്തുകയും ചെയ്യും. എന്നിട്ട് അല്ലാഹു തആല ആയത്ത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? വഹുവ അലദ്ദുൽ ഹിസ്വാം, സത്യത്തിൽ അവർ അവരുടെ ആത്യന്തികമായ നിലപാട് സത്യത്തിന് വിരുദ്ധമായിട്ടുള്ള നിലപാടുകളാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഖുർആൻ, അള്ളാഹുവിന്റെ ദീൻ നമുക്ക് ഹറാമാക്കിയിട്ടുള്ള ഒരുപാട് ഹറാമുകളെ നേരെ കടക വിരുദ്ധമായി സ്വീകരിച്ചുകൊണ്ട്, നേർ വിപരീതമായി സ്വീകരിച്ചുകൊണ്ട് അല്ലാഹു തആല അവൻ അവതരിപ്പിച്ച സത്യത്തിന്റെ ബദ്ധവൈരികളായി. അതൊന്നും ഇക്കാലത്ത് പറഞ്ഞാൽ നടക്കൂല മൗലവി എന്ന് പറയുന്ന പലിശ, അതൊന്നും ഇക്കാലത്ത് നമ്മൾ വിചാരിച്ചാൽ നടക്കുന്ന സംഗതിയല്ല എന്ന് പറയുന്ന ദൂർത്ത്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സത്യത്തിന്റെ ബദ്ധവൈരികളായിട്ടാണ് അവർ അവരുടെ നാവ് കൊണ്ട് ഇസ്ലാമിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ അവരുടെ ഹൃദയം കൊണ്ട് അള്ളാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഇതൊക്കെ അള്ളാഹ്ക്ക് വേണ്ടിയാണ്, ഇതൊക്കെ അള്ളാഹിന്റെ ദീനാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ബനൂ ഇസ്രായേൽ സമുദായക്കാർ പറഞ്ഞതാ. ഇത് ബനൂ ഇസ്രായേൽ സമുദായക്കാർ പറഞ്ഞതാ. അവിടെ ഖുർആൻ പറയുന്നുണ്ട്, വൈദ അഖദിനാ മീസാഖക്കും, അല്ലാഹു തആല അവരിൽ നിന്നൊരു കരാറ് ഏറ്റെടുത്തു. അള്ളാഹുവുമായിട്ട് കരാർ ചെയ്ത് 40 ദിവസത്തിന് ശേഷം തൗറാത്തുമായി വന്ന അള്ളാഹുവിന്റെ പ്രവാചകൻ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമ അവരിൽ നിന്നൊരു കരാർ ഏറ്റെടുത്തിട്ടാ പോയത്. വറഫഅനാ ഫൗകകും തൂറ, തൂർ സീനാ പർവ്വതത്തെ അവരുടെ മുകളിലേക്ക് അല്ലാഹു തആല ഒരു കുട പോലെ നിവർത്തി വെച്ചു, എടുത്തുയർത്തി വെച്ചു. എന്നിട്ട് അല്ലാഹു പറയണേ, ഖുദൂ മാ അതൈനാകും ബിഖുവ, അള്ളാഹുവുമായിട്ട് നിങ്ങൾ ഉണ്ടാക്കിയ കരാറ് കഴിവിൻ പരമാവധി ശക്തിമത്തായിട്ട് നിങ്ങൾ അതിനെ മുറുകെ പിടിക്കണമെന്ന് അവരോട് പറയുകയും ചെയ്തു. അത് നിങ്ങൾ സ്വീകരിക്കണമെന്ന് പറയുകയും ചെയ്തു. അപ്പോ അവരെന്താ പറഞ്ഞത്? വസ്മഉ, മൂസ നീ പറഞ്ഞതൊക്കെ ഞങ്ങൾ കേട്ടിരിക്കുന്നു. ഖാലു, എന്നിട്ട് അവർ പറഞ്ഞതാ സമിഅനാ വഅസൈനാ, നീ പറഞ്ഞതൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് അതിനൊട്ട് പറ്റൂല കേട്ടോ. ഞങ്ങൾക്ക് ഈ പലിശ ഒന്ന് ഒഴിവാക്കിയിട്ട്, ഞങ്ങൾക്ക് ഈ സ്ത്രീധനത്തിന്റെ കല്യാണമൊക്കെ ഒഴിവാക്കിയിട്ട്, ഈ ആർഭാടങ്ങളും ഈ കാണുന്ന ഇതുപോലെയുള്ള പകിട്ടുകളും പൊങ്ങച്ചകളും ഒക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല കേട്ടോ. അവർ പറഞ്ഞത് അല്ലാഹു പറയണേ, വാസൈന, ഇതൊന്നും ഞങ്ങളെ കൊണ്ട് പറ്റില്ല, ഇതൊന്നും നടപ്പിലാകണ കാര്യമല്ല, ഇതിന്റെയൊക്കെ എതിരായിട്ട് ഞങ്ങൾ ജീവിക്കുള്ളൂ. നീയും നിന്റെ റബ്ബും എന്ത് പറഞ്ഞാലും ശരി, ഞങ്ങൾ ഇതിന് ധിക്കാരപരമായിട്ട് ജീവിക്കുകയുള്ളൂ എന്നവർ പറഞ്ഞു. അല്ലാഹു തആല പറയണേ, വഉശ്രിബു ഫീ ഖുലൂബിഹിമുൽ ഇജ്ൽ, സാമിരി അവരുടെ ഹൃദയത്തിൽ ഇട്ടുകൊടുത്ത ആ കാളക്കുട്ടിയെയാണ് അവർ വിശ്വാസമായി സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ പറയുന്നതോ ഞങ്ങൾ മൂസാ നബിയുടെ അനുയായികളാണെന്നാണ്, ഞങ്ങൾ തൗറാത്തിന്റെ ആളുകളാണെന്നാണ്. പക്ഷെ അവരുടെ ഹൃദയത്തിൽ ഇപ്പോഴും എന്താ ഉള്ളത്? അവരുടെ ഹൃദയത്തിൽ ഇപ്പോഴും ഉള്ളത്
സാമിരി ഇട്ടുകൊടുത്തിരിക്കുന്ന പശുക്കുട്ടിയുടെ വിശ്വാസമാണ്. അതാണ് അവർ കുടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ആ അവിശ്വാസത്തിലാണ്, ആ ഇജിൽ, ആ കാളക്കുട്ടിയിലുള്ള അവിശ്വാസത്തിലാണ് അവരുടെ ഹൃദയം കുടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. കുൽ, പ്രവാചകനെ അങ്ങ് ചോദിക്കുക, ബിഅസമായ അമറുക്കും ബിഹി ഈമാനുക്കും ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ ഈ സമൂഹത്തിന്റെ മുന്നിൽ വിശ്വാസികളാണ് എന്ന് പറയുന്നുവെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നിങ്ങളോട് കൽപ്പിക്കുന്നത് എത്ര മോശമാണ്. ഇത് തന്നെയല്ലേ മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ? ഞാനും നിങ്ങൾ വിശ്വാസികളാണ് എന്ന് പറയുന്നു. ആ എന്നോടും നിങ്ങളോടും കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ഞാനും നിങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഇസ്ലാമിന്റെ പേരിലാണെങ്കിൽ, ഇതാണ് ഇസ്ലാമെങ്കിൽ അള്ളാഹ് ചോദിക്കാൻ പറഞ്ഞത് നമ്മൾ ചോദിക്കേണ്ടി വരും. എന്തേ? ഈമാനുക്കും, ഇതിനാണ് നിങ്ങളുടെ വിശ്വാസമെങ്കിൽ നിങ്ങളുടെ വിശ്വാസം എത്രമേൽ മോശമായി പോയി, എത്രമേൽ ചീത്തയായ ഒരു വിശ്വാസമാണ് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇതാണ് വിശ്വാസം? അല്ല, നന്മ ചെയ്യാനുള്ളതാണ് വിശ്വാസം, നല്ലത് സമ്പാദിക്കാനുള്ളതാണ് വിശ്വാസം, നല്ലത് പറയാനുള്ളതാണ് വിശ്വാസം, നല്ല സ്വഭാവങ്ങൾ ലോകത്തിന് കാഴ്ചവെക്കാനുള്ളതാണ് വിശ്വാസം. ഇതൊന്നും കാഴ്ചവെക്കാത്ത ഒരു വിശ്വാസമാണ് നിങ്ങൾക്കുള്ളത് എന്ന് പറയുന്നുവെങ്കിൽ നിങ്ങളുടെ വിശ്വാസം എത്രമേൽ മോശമാണ് എന്ന് ബനൂ ഇസ്രായേൽ സമുദായത്തോട് അല്ലാഹു തആല ചോദിച്ച സൂറത്തുൽ ബഖറയിലെ 93-ാമത്തെ ആയത്തിൽ ചോദിച്ച അതേ ചോദ്യമാണ് പ്രിയപ്പെട്ടവരെ സമകാലിക ലോകത്ത് എന്നോടും നിങ്ങളോടും മുസ്ലിങ്ങളായ വർത്തമാനകാല ഇസ്ലാമിന്റെ അനുയായികളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതല്ല നമ്മുടെ വിശ്വാസം. നമ്മുടെ വിശ്വാസം ഏറ്റവും ശരിയായ സത്യവിശ്വാസമാണ്. അതിന്റെ പ്രതിഫലനം ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാണാം. ഹറാമുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുന്നത് നിങ്ങൾക്ക് കാണാം എന്ന് പറയാൻ സാധിക്കണം. ആ തലത്തിലേക്ക് ഉയരാൻ സാധിക്കണം. അതാണ് പ്രിയപ്പെട്ടവരെ മുഹാജിറുകളുടെ ബാധ്യത. അതാണ് പ്രിയപ്പെട്ടവർ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഇഖ്ലാസോട് കൂടി സ്വീകരിച്ചവരുടെ ധാർമ്മികമായ പ്രത്യേകത. അത് ഉൾക്കൊള്ളുന്നവരാകാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ അതിന്റെ ശരിയാം വണ്ണം മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകിയും അള്ളാഹുവിന് ഏറ്റവും പൊരുത്തം നിറഞ്ഞ, അവൻ ഏറ്റവും തൃപ്തി നിറഞ്ഞ വിശ്വാസത്തെയും അതിനനുസൃതമായിട്ടുള്ള അവന്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെയും പൂർണ്ണമായി സ്വീകരിച്ചും വർജിക്കേണ്ടതിനെ പൂർണ്ണമായി വർജിച്ചും നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ മുന്നോട്ട് പോകാനുള്ള മഹാസൗഭാഗ്യം നൽകി അല്ലാഹു തആല നമ്മയും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام. اللهم صل وسلم على نبينا محمد وعلى آله وصحبه وسلم. أما بعد اتقوا الله عباد الله. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ ഒരിക്കൽ കൂടി ശരിയാം വണ്ണം സൂക്ഷിച്ച് യഥാർത്ഥ മുത്തക്കികളായി ജീവിക്കണമെന്നും ജീവിതാവസാനമാകുന്ന നമ്മുടെ മരണം യഥാർത്ഥ മുസൽമാന്റെ മരണമാക്കി തീർക്കുവാൻ എപ്പോഴും നമ്മൾ ശ്രദ്ധയുള്ളവരായിരിക്കണമെന്നും ആദ്യമായി സ്വന്തത്തോട് തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സൂറത്തുൽ ബഖറയിലെ 205-ാമത്തെയും 206-ാമത്തെയും വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ തുടർന്ന് പഠിപ്പിക്കുന്നത്, നാവുകൊണ്ട് ഇങ്ങനെ ഞാനാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള, ഏറ്റവും എൻ്റെ പ്രവർത്തനങ്ങളാണ് എന്ന് പറയുന്ന ഈ ആളുകളെ മാസ്മാരികതയിലേക്ക് എത്തിക്കുന്ന വർത്തമാനങ്ങൾ പറയുകയും അതിന് അള്ളാഹുവിനെ സാക്ഷി നിർത്തുക അഥവാ കള്ളസാക്ഷി നിർത്തുക, ഇതൊക്കെ ഞാൻ അള്ളാഹ്ക്ക് വേണ്ടിയാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും എന്നാൽ സത്യത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് നേർ വിപരീതമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർക്ക് എന്താണ് മറ്റൊരു കോട്ടവും മറ്റൊരു അവരുടെ പ്രശ്നം എന്ന് ചോദിച്ചാൽ വൈദാ തവല്ല സഅഫിൽ അർദ്. ഇനി അവർക്ക് എന്തെങ്കിലും ഒരു അധികാരം ഭൂമിയിൽ കിട്ടിയാൽ ഭൂമിയിൽ അവർ തീർച്ചയായും സഈ ചെയ്യുക, അവർ പ്രവർത്തിക്കുക എന്താണ്? ലിയുഫ്സിദ ഫിഹ, ഈ ഭൂമിയിൽ എല്ലാവിധ തകരാറുകളും ഉണ്ടാകാൻ വേണ്ടിയാണ്. എല്ലാവിധത്തിലുമുള്ള കുഴപ്പങ്ങളും തകരാറുകളും അവരുടെ ഭാഗത്ത് നിന്നുണ്ടാകും. വയുഹ്ലികുൽ ഹർസ വന്നസ്ല, അടിസ്ഥാനപരമായി ഒരു സമൂഹത്തിന് നിലനിൽക്കാൻ വേണ്ട കൃഷിയും അതുപോലെ തന്നെ തലമുറയും നശിപ്പിക്കപ്പെടുകയും ചെയ്യും. ഞാൻ അടിവരയിട്ട് പറയുന്നു, നമ്മൾ മോശമാകുന്നതിലൂടെ നമ്മുടെ മക്കളുടെ തലമുറ നമ്മൾ മോശമാക്കിക്കൊണ്ടിരിക്കുക.
ഫസാദിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ദീൻ, ഇതാണ് ഇസ്ലാം, ഇങ്ങനെയൊക്കെയാണ് ഇസ്ലാം എന്ന് നമ്മൾ നമ്മുടെ തലമുറയുടെ മുന്നിൽ അഭിനയിച്ച് നാവുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഭംഗിയായി പറയുമ്പോൾ അല്ലാഹു തആല പറയണേ, ഒരു തലമുറയെയാണ് നിങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ തലമുറയ്ക്ക് വേണ്ട ഈ ഭൂമിയിലെ സംവിധാനങ്ങളെയാണ് നിങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്, നശിപ്പിക്കുന്ന ഒരാളെയും അല്ലാഹുവിന് ഇഷ്ടമല്ല. ഒരു വിശ്വാസിക്ക് അങ്ങനെ കഴിയില്ല. ഒരു വിശ്വാസി എപ്പോഴും ഇസ്ലാഹിന്റെ മേഖലയിലായിരിക്കും, എപ്പോഴും ഇസ്ലാഹിന്റെ പണിയിലായിരിക്കും, ഒരിക്കലും നശിപ്പിക്കുന്ന പണിയിലായിരിക്കില്ല. എന്നിട്ട് അല്ലാഹു തആല ഇനി അവരുടെ ഒരു സ്വഭാവത്തിന്റെ പ്രത്യേകത, വൈദാ ഖീല ലഹു തഖില്ല അഖദതുൽ ഇസ്സ ബിൽ ഇസ്മ. ഇനി ആരെങ്കിലും അവരോട് സതുപദേശത്തോടുകൂടി സൽവിചാരത്തോടുകൂടി ഓരോ സന്ദർഭത്തിനനുസരിച്ച് ആരെങ്കിലും അവരോട് ഒന്ന് ഉപദേശിക്കണേ, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം കേട്ടോ, ഇങ്ങനെ ഹറാമുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടല്ലേ, ഇങ്ങനെ ഹറാമിലൂടെ സമ്പാദിക്കല്ലേ, ഇങ്ങനെ ഹറാമായിട്ടുള്ള ഒരു ജീവിതം നയിക്കല്ലേ, ഇങ്ങനെ പോകല്ലേ എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്ന പാപങ്ങളിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി അവന്റെ ദുരഭിമാനം അതിനെ മറികടക്കും എന്നാ ഖുർആൻ പറഞ്ഞത്. അവന്റെ ദുരഭിമാനത്തെ അവൻ മുറുകെ പിടിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓരോ ആഴ്ചയിലും പറയാറുണ്ട്, ഞാൻ ഓരോ വിഷയവും പറയുന്നത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയാ, എന്റെയും നിങ്ങളുടെയും പരലോകത്തിന് വേണ്ടിയാ. ഒരിക്കലും ഒരാളെ കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല. നമ്മൾ തിരുത്തേണ്ടത് ഇന്ന് ഇവിടെ വെച്ച് തിരുത്തി പോയില്ല എങ്കിൽ നമ്മൾ വെറുതെ അനാവശ്യമായി നമ്മൾ ചെയ്യുന്ന പാപങ്ങളിൽ നമ്മളുടെ ദുരഭിമാനത്താൽ നമ്മൾ ഉറച്ചു നിന്നാൽ നഷ്ടപ്പെടാനുള്ളത് നമുക്കാണ്. അല്ലാഹു തആല പറഞ്ഞു, ഫഹസ്ബുഹു ജഹന്നം. ആ നിലപാട് സ്വീകരിക്കുന്നവർക്കുള്ളതാണ് നരകം, അവർക്കുള്ളതാണ് നരകം. ആ നരകത്തിലേക്ക് പോകുന്ന വിറകുകളാകാൻ വേണ്ടിയല്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഹറാമുകൾ നമ്മൾ ഒഴിവാക്കണം എന്ന് പറയുന്നത്. ഹറാമുകൾ ഒഴിവാക്കിയിട്ട് നമ്മൾ ഇബാദത്തുകൾ എടുക്കുക. ഇബാദത്തുകളും ഹറാമുകളും പരസ്പര സമ്മിശ്രമായിട്ടല്ല പോകേണ്ടത്. ഹറാമുകളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പാടെ ഒഴിവാക്കുകയും നമ്മൾ ഇബാദത്തുകൾ എടുക്കുകയും ചെയ്യുക. അപ്പോഴേ നമുക്ക് സ്വർഗം കിട്ടുള്ളൂ. അല്ലെങ്കിൽ നരകമാണ് അവന് മതിയായ സങ്കേതം. എന്നിട്ട് അല്ലാഹു തആല ആയത്ത് അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, വലബിഅസൽ മിഹാദ്, ചെന്ന് കിടക്കാനുള്ള മെത്തകളിൽ എത്രയോ മോശമായ, എത്രയോ ചീത്തയായ ഒരു മെത്തയാണ് നരകത്തീ എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു തആല 205-ാമത്തെ ആയത്ത് 206-ാമത്തെ ആയത്ത് അല്ലാഹു തആല അവസാനിപ്പിച്ചത്. ആ നരകത്തെ ഭയപ്പെട്ടുകൊണ്ട് ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഹറാമുകളെ പൂർണ്ണമായി ഒഴിവാക്കുക, ഹറാമുകൾ ഇല്ലാത്തൊരു ജീവിതത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ, വേറൊരു വാക്കിൽ പറഞ്ഞാൽ യഥാർത്ഥ മുഹാജിറായി നമ്മൾ ജീവിക്കുക. എവിടെ ജീവിക്കുമ്പോഴും, എപ്പോൾ ജീവിക്കുമ്പോഴും, ഏത് കാലത്ത് ജീവിക്കുമ്പോഴും അല്ലാഹു തആല വെടിയാൻ പറഞ്ഞ കാര്യങ്ങളെ വെടിഞ്ഞുകൊണ്ട് യഥാർത്ഥ മുഹാജിറായി നമ്മൾ ജീവിക്കുക. അപ്പോൾ നമുക്ക് പരസ്പരം അൻസ്വാറുകളായിക്കൊണ്ട് പരസ്പരം സഹായിക്കാനും പരസ്പരം ഏറ്റെടുക്കാനും പരസ്പരം നമുക്ക് സഹകരിക്കാനും സഹായിക്കാനും ഒക്കെ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ വളരും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ അതിന്റെ ശരിയാവണ്ണം മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ എല്ലാ വലുതും ചെറുതുമായ പാപങ്ങൾ അല്ലാഹു തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. കൂട്ടത്തിൽ ഒരു വാക്ക് കൂടി പ്രിയപ്പെട്ടവരെ, ഹജ്ജിന് അപേക്ഷിക്കേണ്ട സമയത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ ജൂലൈ 30 വരെ അടുത്ത വർഷത്തെ 2026 വർഷത്തിലെ ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്നവർ, ഗവൺമെന്റ് തലത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ അപേക്ഷിക്കുകയും ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കേണ്ട സമയമാണ്. അതിന്റെ കാര്യങ്ങളെല്ലാം ആ നമ്മുടെ ഹജ്ജ് കമ്മിറ്റിയുടെ ഓൺലൈനിൽ വന്നിട്ടുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അമലുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അതിന്റെ അവസരങ്ങളെ ഓർത്തു വെച്ചുകൊണ്ട് അതിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നിർവഹിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന വിധത്തിൽ മുന്നോട്ട് പോകാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. പറയുന്ന ഓരോ വാക്കുകളും പഠിക്കുന്ന ഓരോ കാര്യങ്ങളും പരമാവധി അള്ളാഹുവിനെ മുൻനിർത്തി അവനെ ഭയപ്പെട്ട് അവന്റെ ശിക്ഷയെ ഭയപ്പെട്ട് അവന്റെ പ്രതിഫലത്തെ ആത്മാർത്ഥമായി കാക്ഷിച്ച് അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു തആല നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് നല്ല മാതൃകകൾ നമ്മുടെ പൊന്നോമന മക്കൾ ഉൾപ്പെടെയുള്ള നമ്മുടെ പിൻതലമുറക്ക് കാണാൻ കഴിയുന്ന ജീവിത സൂക്ഷ്മതയുള്ളവരായി ജീവിക്കാൻ അല്ലാഹു തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മക്കള് അങ്ങനെ വളർന്നു വന്നവരായി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി അല്ലാഹു തആല കൊണ്ടെത്തിച്ചു തരുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് അല്ലാഹു തആല പൂർണ്ണമായ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരെ ഖബറിടങ്ങൾ അല്ലാഹു തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് എല്ലാവിധ ആഫിയത്തും എല്ലാവിധ സലാമത്തും അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. അവർക്കും നമുക്കും നമ്മുടെ സന്താന തലമുറകൾക്കും ഒക്കെ ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ തിരിച്ചു പോകുന്നത് ഏറ്റവും ഇഖ്ലാസോടുകൂടി
അള്ളാഹുവിന്റെ ഷഹാദയുടെ കലിമ ചൊല്ലി സ്വർഗപ്രവേശനത്തിന് അർഹതയുള്ള ആ ഒരു മാനസികമായ തലത്തോടുകൂടി അത് നമ്മുടെ നാവ് കൊണ്ട് ഉച്ചരിച്ച് മനസ്സിൽ ഉറപ്പിച്ച് അള്ളാഹുവിന്റെ അരികിലേക്ക് തിരിച്ചു പോകുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. اللهم إنا نتوكل على كل حالنا وعلى كل أمورنا لا حول ولا قوة إلا بالله عليك توكلنا وإليك النيب. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات أحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم تقبل دعاءنا وأعمالنا منا إنك أنت السميع العليم. ربنا أحينا بالقرآن والسنة وتوفنا مسلمين وألحقنا بالصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك وبفضلك.